നമസ്കാരം. എല്ലാവരും 10th പ്രിലിമിനറി ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരിക്കും. നമ്മുടെ ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസ് എല്ലാവരും കണ്ടു കാണുമല്ലോ. ഏതൊക്കെ പോസ്റ്റിലേക്കാണ് ഡിഗ്രി ലെവൽ വിളിച്ചിട്ടുള്ളത്? സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് വിളിച്ചിട്ടുണ്ട്, അതുപോലെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ വിളിച്ചിട്ടുണ്ട്, എക്സൈസ് ഇൻസ്പെക്ടർ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അസിസ്റ്റൻറ്റ്, നമ്മളെല്ലാവരും നോക്കിയിരുന്ന അസിസ്റ്റൻറ്റ് ഓഡിറ്റർ, അങ്ങനെ നിരവധി ഡിഗ്രി ലെവൽ പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. PSC അതുപോലെ തന്നെ ഇതിൻ്റെ പ്രിലിമിനറിയുടെയും മെയിൻ്റെയും പ്രോബബിൾ എക്സാം ഡേറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിഗ്രി പ്രിലിമിനറി വരുന്നത് മെയ് മുതൽ ജൂലൈ വരെയുള്ള മാസങ്ങളിലായിരിക്കും ഡിഗ്രിയുടെ പ്രിലിമിനറി വരുന്നത്. അതിനുശേഷം മെയിൻ വരുന്നത് ആഗസ്റ്റ് ഒക്ടോബർ മാസത്തിലാണ് മെയിൻ എക്സാം വരുന്നത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആയാലും അതുപോലെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആയാലും എല്ലാം വരുന്നത് ഒക്ടോബർ മാസത്തിലേക്കായിരിക്കും. അപ്പോൾ അതിൻ്റെ സിലബസ് നമുക്കൊന്ന് നോക്കിയാലോ. ഡിഗ്രി ലെവൽ പ്രിലിമിനറിയുടെ സിലബസ് നോക്കാം. ഇത് 2024 കഴിഞ്ഞ പരീക്ഷയുടെ സിലബസാണ്. ഇതിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും ഈ വർഷം ഉണ്ടാവാൻ ചാൻസ് ഇല്ല, എങ്കിലും നമുക്ക് നോക്കാം. മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കൊടുത്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ജനറൽ നോളജാണ്. ജനറൽ നോളജിനകത്ത് വരുന്നത് ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി, എക്കണോമിക്സ്, സിവിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക്നോളജി. ഇത്രയുമാണ് ഫസ്റ്റ് ജനറൽ നോളജ് ടോപ്പിക്കിനകത്ത് വരുന്നത്. ഇതിനകത്ത് ഓരോന്നിൻ്റെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഹിസ്റ്ററിക്ക് 10 മാർക്കാണ്, ജോഗ്രഫിക്ക് 5 മാർക്ക്, എക്കണോമിക്സിന് 5 മാർക്ക്, സിവിക്സിന് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, ആർട്ട്, ലിറ്ററേച്ചർ അങ്ങനെയുള്ള സംഭവങ്ങൾക്കെല്ലാം കൂടി 10 മാർക്ക്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 5 മാർക്ക്, സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്ക്. അങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഇതിപ്പം ഏതെങ്കിലും ഒരു മാർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലും 50 മാർക്ക് എന്നാണ് ജനറൽ നോളജ് ടോപ്പിക്കിനുള്ളത്. അതിനുശേഷം വരുന്നത് സിമ്പിൾ അരിത്തമാറ്റിക്കും മെൻ്റൽ എബിലിറ്റി. അത് രണ്ടും 10 മാർക്ക് വെച്ചിട്ട് 20 മാർക്ക്. ജനറൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് 20 മാർക്ക്. പിന്നെ റീജിയണൽ ലാംഗ്വേജ് മലയാളം, അതിന് 10 മാർക്ക്. അങ്ങനെ 100 മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് തന്നിരിക്കുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓരോന്നിൻ്റെ ഡീറ്റെയിൽ സിലബസ് നോക്കാം. ഫസ്റ്റ് ഹിസ്റ്ററി. ഹിസ്റ്ററിക്ക് തന്നെ 3 പോർഷൻസാണുള്ളത്. കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് വേൾഡ് ഹിസ്റ്ററി. 10 മാർക്കിനുള്ള ഹിസ്റ്ററിക്കകത്ത് അതിനകത്ത് കേരള ഹിസ്റ്ററി എന്ന് പറയുന്നത് അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്ര തിരുനാൾ, സോഷ്യൽ ആൻഡ് റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ്, നാഷണൽ മൂവ്മെൻറ്റ് ഇൻ കേരള, ലിറ്ററേച്ചർ സോഴ്സ് ഓഫ് കേരള, ഹിസ്റ്ററി, യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956, കേരള ഉണ്ടായതിന് ശേഷമുള്ള കാര്യം. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആകുമ്പോൾ മെഡീവിയൽ ഇന്ത്യ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, കോൺട്രിബ്യൂഷൻസ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബ്രിട്ടീഷ്, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫോർമേഷൻ ഓഫ് INC, സ്വദേശി മൂവ്മെൻറ്റ്, social reform movement, newspapers, literature and art during the freedom struggle, independent movement, Mahatma Gandhi, extremist movement in India, India's independent, post-independent period, state reorganization, development in science, education, technology and foreign policies, political history of India ആഫ്റ്റർ 1951. ഇതാണ് ഇന്ത്യയുടെ ഹിസ്റ്ററിക്കകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി വേൾഡ് ഹിസ്റ്ററി വരുമ്പോഴത്തേക്ക് ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, ചൈനീസ് റെവല്യൂഷൻ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, UNO ആൻഡ് അതർ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. ഇതിൻ്റെ കൂടെ തന്നെ വേൾഡിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ്. ഇതാണ് ഫസ്റ്റ് ഹിസ്റ്ററി ടോപ്പിക്കിനകത്ത് വരുന്ന 10 മാർക്കിൻ്റെത്. ഇനി അത് കഴിഞ്ഞിട്ട് ജോഗ്രഫി വരുമ്പോഴത്തേക്കും ബേസിക്സ് ഓഫ് ജോഗ്രഫി, എർത്ത് സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്സ്, ലാൻഡ് ഫോംസ്, പ്രഷർ ബെൽസ്, വിൻഡ്, ടെമ്പറേച്ചർ ആൻഡ് സീസൺസ്, ഗ്ലോബൽ ഇഷ്യൂ, ഗ്ലോബൽ വാർമിംഗ്, വേരിയസ് ഫോംസ് ഓഫ് പൊല്യൂഷൻസ്, മാപ്പ്, ട്രോപ്പോഗ്രഫിക് ഗ്രാഫ്സ് ആൻഡ് സയൻസ്, റിമോട്ട് സെൻസിങ്, ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം, GIS എന്ന് പറയുന്നത്, ഓഷൻസ് ആൻഡ് ഇറ്റ്സ് വേരിയസ് മൂവ്മെൻറ്റ്സ്,
കോണ്ടിനെൻറ്റ്സ്, വേൾഡ് നേഷൻ ആൻഡ് ഇറ്റ്സ് സ്പെസിഫിക് ഫീച്ചേഴ്സ്. അതൊക്കെയാണ് ജനറൽ ജോഗ്രഫിക്കകത്ത് വരുന്നത്, ബേസിക്സ് ഓഫ് ജോഗ്രഫി എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫിയും വരുന്നുണ്ട്, കേരള ജോഗ്രഫിയും വരുന്നുണ്ട്. ഫിസിയോളജി, സ്റ്റേറ്റ്സ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, നോർത്തേൺ മൗണ്ടൻ റീജിയൻ, റിവേഴ്സ്, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ, പെൻസിലാർ പ്ലേറ്റ്യൂ, കോസ്റ്റൽ പ്ലെയിൻ, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, അഗ്രികൾച്ചർ, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേ, എയർ. അത്രയും സാധനങ്ങളാണ് ഇന്ത്യൻ ജോഗ്രഫിക്കകത്ത് വരുന്നത്. ഇനി കേരളക്കകത്ത് വരുമ്പോഴും കേരളയുടെ ഫിസിയോളജി വരുന്നുണ്ട്, ജില്ലകൾ വരുന്നുണ്ട്, അതിൻ്റെ ഫീച്ചേഴ്സ്, റിവേഴ്സ്, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് സെൻറ്റേഴ്സ്, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേ, അങ്ങനെയുള്ള ട്രാൻസ്പോർട്ട് സിസ്റ്റം. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സ്. ഇനി നെക്സ്റ്റ് GKക്കകത്ത് തേർഡ് ടോപ്പിക്കാണ് എക്കണോമിക്സ്. അതിനകത്ത് വരുന്നത് നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റൽ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഇന്ത്യൻ എക്കണോമിക് പ്ലാനിംഗ്, 5-year പ്ലാനിംഗ്, നീതി ആയോഗ്, ടൈപ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, റിസർവ് ബാങ്ക് ആൻഡ് ഫങ്ഷൻ, പബ്ലിക് റവന്യൂ, ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, ബഡ്ജറ്റ്, ഫിസ്ക്കൽ പോളിസീസ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ്സ്. അതുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സുമാണ് 5 മാർക്കിൻ്റെ എക്കണോമിക്സ്. ഇനി അടുത്ത് വരുന്ന ഫോർത്ത് ടോപ്പിക്കാണ് സിവിക്സ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ബ്യൂറോക്രസി, ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷൻ, ഇന്ത്യൻ സിവിൽ സർവീസ്, സ്റ്റേറ്റ് സിവിൽ സർവീസ്, ഇ ഗവേണൻസ്, ഇൻഫർമേഷൻ കമ്മീഷൻ ആൻഡ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ലോക്പാൽ, ലോകായുക്ത, ഗവൺമെൻറ്റിനകത്ത് വരുന്നതാണ് എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, ഇലക്ഷൻ, പൊളിറ്റിക്കൽ പാർട്ടീസ്, ഹ്യൂമൻ റൈറ്റിനകത്ത് വരുന്ന ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസേഷൻസ് ആൻഡ് ആക്ട്, റൂൾസ് റിഗാർഡിംഗ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, വാട്ടർഷെഡ് മാനേജ്മെൻറ്റ്, ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ്, നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പോളിസീസ്, ലാൻഡ് റിഫോംസ്, പ്രൊട്ടക്ഷൻ ഓഫ് വുമൻ, ചൈൽഡ്, ഓൾഡ് ഏജ് പീപ്പിൾ, സോഷ്യൽ വെൽഫെയർ, സോഷ്യൽ സെക്യൂരിറ്റി, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ. അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സുമാണ് സിവിക്സിനകത്ത് വരുന്നത്. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് വരുന്നത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, പ്രിയാമ്പിൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, സിറ്റിസൺഷിപ്പ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്, പഞ്ചായത്ത് രാജ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദെയർ ഫങ്ഷൻ, എമർജൻസി, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറൻറ്റ് ലിസ്റ്റ്. അതുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സ്. ഇനി അടുത്ത ടോപ്പിക്ക് വരുന്നത് ആർട്ട്, സ്പോർട്സ്, ലിറ്ററേച്ചർ. അത് 10 മാർക്കിനുള്ളതാണ്. അതിനകത്ത് ഫസ്റ്റ് ടോപ്പിക്ക് കലകളിനകത്ത് വരുന്നത് കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രാവ്യ കലകൾ, അവയുടെ ഉദ്ഭവം, വ്യാപനം, പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ, കലാകാരന്മാർ, എഴുത്തുകാരന്മാർ. ഇതാണ് കല എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വരുന്നത്. ഇനി അടുത്ത കായികം എന്ന് പറയുന്നതിനകത്ത് വരുന്നത് കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ, അവരുടെ കായിക ഇനങ്ങൾ, നേട്ടങ്ങൾ, അവർക്ക് ലഭിച്ചിട്ടുള്ള അവാർഡുകൾ, അതായത് ബഹുമതികൾ. ഇനി പ്രധാന അവാർഡ് എന്ന് പറഞ്ഞാൽ അവാർഡ് ജേതാക്കൾ, ഓരോ അവാർഡും ഏത് മേഖലയിലെ പ്രകടനത്തിനാണ് നൽകുന്നത് എന്നിവ. പ്രധാന ട്രോഫികൾ, ബന്ധപ്പെട്ട മത്സരങ്ങളും കായിക ഇനങ്ങളും. പ്രധാന കായിക ഇനങ്ങൾ, അതിൽ പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം എത്രയാണെന്നുള്ളത്. കളിയുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ, ടേംസ്. അതുപോലെ ഒളിമ്പിക്സ്, അടിസ്ഥാന വിവരങ്ങൾ, പ്രധാന വേദികൾ, രാജ്യങ്ങൾ, പ്രശസ്തമായ വിജയങ്ങൾ, കായിക താരങ്ങൾ, ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ, വിൻ്റർ ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ്. അടുത്തത് ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, സാഫ് ഗെയിംസ്, അങ്ങനെയുള്ളത് അല്ല. ഇനി അതിൻ്റെ വേദികൾ, രാജ്യങ്ങൾ, ഇവയിലെല്ലാം ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം, അങ്ങനെയുള്ള മറ്റു വസ്തുതകൾ. ഇനി ദേശീയ ഗെയിംസ്, നാഷണൽ ഗെയിംസ് ഉണ്ട്. ഗെയിംസ് ഇനങ്ങൾ, മത്സരങ്ങൾ, താരങ്ങൾ, ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങൾ, വിനോദങ്ങൾ. നെക്സ്റ്റ് സാഹിത്യം. മലയാളത്തിലെ പ്രധാനപ്പെട്ട സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ആദ്യ കൃതികൾ, കർത്താക്കൾ. ഓരോ പ്രസ്ഥാനത്തിൻ്റെയും പ്രധാന കൃതികൾ, അവയുടെ കർത്താക്കൾ. എഴുത്തുകാരുടെ തൂലികാനാമങ്ങളും അപരനാമങ്ങളും. പിന്നെ കഥാപാത്രങ്ങൾ ഏത് കൃതിയിലേതാണെന്നുള്ളത്.
പ്രശസ്തമായ വരികൾ അത് എഴുതിയത് ആരാണെന്നുള്ളത്. മലയാള പത്ര പ്രവർത്തനത്തിൻ്റെ ആരംഭം, തുടക്കം കുറിച്ചവർ, ആനുകാലിക വിവരങ്ങൾ. ഇനി പ്രധാന അവാർഡുകൾ, ബഹുമതികൾ. അവാർഡിന് അർഹരായ എഴുത്തുകാർ, അവരുടെ കൃതികൾ. ജ്ഞാനപീഠം നേടിയ മലയാളികളും അവരെക്കുറിച്ചുള്ള വസ്തുതകളും. മലയാള സിനിമയുടെ ഉദ്ഭവം, വളർച്ച, നാഴികക്കല്ലുകൾ, പ്രധാന സംഭാവന നൽകിയവർ, മലയാള സിനിമയും ദേശീയ അവാർഡും. അടുത്ത സംസ്കാരത്തിനകത്ത് വരുന്നത് കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ, ആഘോഷവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശസ്തമായ ഉത്സവങ്ങൾ. കേരളത്തിൻ്റെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ, അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സ്. ഇത്രയുമാണ് 10 മാർക്കിനുള്ള കല, സംസ്കാരം എന്ന് പറയുന്ന ലിറ്ററേച്ചർ, അതായത് ലിറ്ററേച്ചർ ഈ 3 ടോപ്പിക്കിൽ നിന്നുള്ളത്, ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ എന്നുള്ള 10 മാർക്കിനുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഇനി അടുത്തതായിട്ട് വരുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് 5 മാർക്കാണുള്ളത്. അതിനകത്ത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറാണ് പറഞ്ഞേക്കുന്നത്. ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ ഹാർഡ്വെയർ ഉണ്ട്. ഹാർഡ്വെയറിനകത്ത് ഇൻപുട്ട് ഡിവൈസ് ഉണ്ട്, അതിൻ്റെ പേരുകളും ഉപയോഗങ്ങളും പഠിക്കണം. ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ട്, അവയുടെ പേരും ഉപയോഗവും പഠിക്കണം. മെമ്മറി ഡിവൈസ് ഉണ്ട്, പ്രൈമറി, സെക്കൻഡറി. അത് ഇനി സോഫ്റ്റ്വെയർ വരുമ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നുള്ളതും അതിന് ഓരോന്നിനും എക്സാമ്പിളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, അതിൻ്റെ ഫംഗ്ഷൻ ഉണ്ട്. പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജ്, അതായത് വേർഡ് പ്രോസസ്, സ്പ്രെഡ്ഷീറ്റ്, ഡേറ്റാബേസ്, പ്രസൻറ്റേഷൻ, നമ്മൾ പറയത്തില്ലേ വേർഡ്, എക്സൽ, ആ സംഭവങ്ങൾ. ഇനി അടുത്തത് ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ്, ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ഇൻപുട്ടിന് എന്ത് ഇൻസ്ട്രക്ഷനാണ് കൊടുക്കുന്നത്, ഔട്ട്പുട്ടിന് എന്താണ് കൊടുക്കുന്നത്, കൺട്രോൾ, അത് ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ടുള്ളതല്ല, കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് വേണ്ടത്. ഇനി കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്ത് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്സ്, ലാൻ, വാൻ, മാൻ, ഇത് 3 പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ കഴിഞ്ഞൊരു പരീക്ഷയ്ക്കാണെങ്കിൽ ലാൻ, മാൻ, വാൻ, ക്യാൻ എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്യാൻ എന്ന് പറയുന്നത് ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്കാണ്. നമ്മളത് വിചാരിക്കും ഇത് കൂട്ടത്തിൽ പെടാത്തതാണെന്ന് വിചാരിക്കും. അങ്ങനെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളൂടെ അതിലുണ്ട്. ഇനി നെറ്റ്വർക്ക് ഡിവൈസ് ഉണ്ട്. മീഡിയ, സ്വിച്ച്, ഹബ്, റൂട്ടർ, ബ്രിഡ്ജ്, ഗേറ്റ്വേ, അതായത് ഒന്നിലധികം നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാനും ഉപയോഗിക്കുന്ന ഡിവൈസുകളും അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. നെക്സ്റ്റ് ഇൻ്റർനെറ്റ് സർവീസ്, www, ഇമെയിൽ, സെർച്ച് എഞ്ചിൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. സോഷ്യൽ മീഡിയ, വെബ് ഡിസൈനിങ്, അതായത് ബ്രൗസർ എന്താണ്, HTML എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോ, ടൈപ്സ് ഓഫ്, ഏതൊക്കെ ടൈപ്പിലാണ് സൈബർ ക്രൈം വരുന്നത്. പിന്നെ IT ആക്ട്, അതാണ് സൈബർ ലോസിനകത്ത് വരുന്നത്, IT ആക്ട്. പിന്നെ അതിനകത്ത് കറണ്ട് അഫേഴ്സ്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കാണുമല്ലോ, കറണ്ട് അഫേഴ്സ് അത്. ഇനി അടുത്ത് വരുന്നതാണ് സയൻസ് ആൻഡ് ടെക്നോളജി. ഇതുവരെ പറഞ്ഞ ടോപ്പിക്കുകളൊക്കെ എല്ലാവർക്കും ഒരുവിധം ഫെമിലിയർ ആയിരുന്ന ടോപ്പിക്കാണ്. കാരണം +2 ലെവലിലായാലും 10th ലെവലിലായാലും ഇതെല്ലാം ഉള്ളതാണ്. ഈ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് ഡിഗ്രി ലെവലിന് മാത്രമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പം അത് കുറച്ച് കാര്യമായിട്ട് തന്നെ നോക്കണം. സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്കിനാണുള്ളത്. നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, റെലവൻസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, നാഷണൽ പോളിസി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻസ്, ബേസിസ് ഓഫ് എവരിഡേ സയൻസ്, ഹ്യൂമൻ ബോഡി, ഇത് നമ്മൾ ബയോളജി പറയുന്ന കാര്യങ്ങളാണ്. പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഹെൽത്ത് കെയർ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ പ്രൊമോട്ടിംഗ് ഇൻറ്റഗ്രേഷൻ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻസ്, their activities and contribution of prominent Indian scientists, പ്രധാനപ്പെട്ട സയൻറ്റിസ്റ്റുകളുടെ സംഭാവനകൾ. ഈ ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫെൻസിനകത്ത് വരുന്നതാണ് ISRO, DRDO, പിന്നെ അവരുടെ കുറച്ച് അച്ചീവ്മെൻറ്റ്സും അവരുടെ പ്രോജക്റ്റുകളുണ്ടല്ലോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് എനർജി റിക്വയർമെൻറ്റ് ആൻഡ് എഫിഷ്യൻസി എന്ന് പറയുന്നിടത്താണ് ഇന്ത്യയുടെ എനർജി നീഡ്സ് ആൻഡ് എഫിഷ്യൻസി, പിന്നെ റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എനർജീസ്, എനർജി പോളിസീസ് ഓഫ് ഇന്ത്യ, ഗവൺമെൻറ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്, എനർജി സെക്യൂരിറ്റീസ് ആൻഡ് ന്യൂക്ലിയർ പോളിസീസ് ഓഫ് ഇന്ത്യ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ഈ എൻവയോൺമെൻറ്റ് സയൻസിനകത്ത് വരുന്നത് ഇഷ്യൂ ആൻഡ് കൺസേൺ റിലേറ്റഡ് ടു എൻവയോൺമെൻറ്റ്, ഇറ്റ്സ് ലീഗൽ ആസ്പെക്ട്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ബയോഡൈവേഴ്സിറ്റി, ക്ലൈമറ്റ് ചേഞ്ച്, അങ്ങനെ വെസ്റ്റേൺ ഘട്ട്, ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്, ഇതൊക്കെ നമുക്ക് പരിചയമുള്ള കുറച്ച് ടോപ്പിക്കുകളാണ്. അത് വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സും വരുന്നുണ്ട്. ഗ്ലോബൽ വാർമിങ്, ഗ്രീൻ ടെക്നോളജി ആൻഡ് നാനോ ടെക്നോളജി, അങ്ങനെ സയൻസുമായി ബന്ധപ്പെട്ടതും പ്രകൃതിയുമായി ബന്ധപ്പെട്ടതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ.
ഇനി അടുത്ത് വരുന്നതാണ് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി. മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്നത് ആദ്യത്തെ 50 മാർക്ക് അവിടെ കഴിഞ്ഞു. നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ 50 മാർക്ക് കഴിഞ്ഞു. ഇനി മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി, ഇംഗ്ലീഷ്, മലയാളം ഈ 3 ടോപ്പിക്കിൽ നിന്നാണ് ബാക്കി 50 മാർക്ക് വരുന്നത്. ഇപ്പം മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയിൽ മാത്സിന് സിമ്പിൾ അരിത്തമെറ്റിക്കിന് 10 മാർക്കും മെൻ്റൽ എബിലിറ്റിക്ക് 10 മാർക്കും, അങ്ങനെയാണ് 20 മാർക്ക്. സിമ്പിൾ അരിത്തമെറ്റിക്കിനകത്ത് വരുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും ശതമാനം, ലാഭവും നഷ്ടവും, സാധാരണ പലിശയും കൂട്ടുപലിശയും, അംശബന്ധവും അനുപാതവും, സമയവും ദൂരവും, സമയവും പ്രവൃത്തിയും, ശരാശരി, കൃത്യംഗങ്ങൾ, ജാമിതീയ രൂപങ്ങളുടെ ചുറ്റളവ്, വിസ്തീർണം, വ്യാപ്തം തുടങ്ങിയവ പ്രോഗ്രഷനുകൾ. ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇംഗ്ലീഷിലും കാണും മലയാളത്തിലും കാണും. ഇംഗ്ലീഷ് വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മലയാളത്തിൽ വായിക്കാം. പക്ഷെ നമ്മൾ ഒരു ഭാഷ മാത്രം നോക്കാതെ രണ്ടുകൂടെ കമ്പയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ചില ഇംഗ്ലീഷുകൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം വേറെ നമുക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള വേർഡ്സ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പം രണ്ടും കൂടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി മെൻ്റൽ എബിലിറ്റിക്കകത്ത് വരുന്നത് ശ്രേണികൾ, സംഖ്യാശ്രേണികൾ, അക്ഷരശ്രേണികൾ, അതായത് നമ്പർ ലെറ്റർ സീരീസ് ഇല്ലേ ആ സംഭവം, ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ, സ്ഥാനനിർണയ പരിശോധന, അതായത് ഒരു വരിയിൽ മുമ്പിൽ നിന്ന് ഇത്രാമത് പുറകിൽ നിന്ന് ഇത്രാമത് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, സമാന ബന്ധങ്ങൾ, ഒറ്റയാനെ കണ്ടെത്തുക, സംഖ്യാവലോകന പ്രശ്നങ്ങൾ, കോഡിങ്ങും ഡീകോഡിങ്ങും, അത് ABCD ഹലോ എന്നുള്ളതിനെ ഇങ്ങനെ എഴുതാം, അങ്ങനെയാണെങ്കിൽ വേറൊരു വേർഡ് വന്നിട്ട് അങ്ങനെയുള്ളതിനെ എങ്ങനെ എഴുതും, അങ്ങനെയുള്ള കാര്യങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, അച്ഛനും മക്കളും ഉണ്ട്, അങ്ങനെ ട്രീ വരച്ച് നമ്മൾ ചെയ്യത്തില്ലേ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, ദിശാവബോധം, ക്ലോക്കിലെ സമയവും കോണളവും, ക്ലോക്കിലെ സമയവും പ്രതിബിംബവും പ്രധാനപ്പെട്ടതാണ്. എല്ലാ പരീക്ഷയ്ക്കും അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും കാണും. കലണ്ടറും തീയതിയും, ക്ലറിക്കൽ ശേഷി പരിശോധിക്കുന്നതിനുള്ള ക്വസ്റ്റ്യൻ. ഇത് കോമൺ ആയിട്ട് എല്ലാ പരീക്ഷയ്ക്കും ഈ സാധനം ചോദിച്ച് കാണാറില്ലെങ്കിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. കുറച്ച് വേർഡ് വന്നിട്ട് നമ്മളതിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതും, അതായത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതുമ്പം 4 വേർഡ് തന്നിട്ട് ആദ്യം വരുന്ന ഏതാ, അതല്ലെങ്കിൽ 4 ഇത് തന്നിട്ട് അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ടുള്ളത് ഏതാ, അതാണ് ക്ലറിക്കൽ എബിലിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തത് 20 മാർക്ക് കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിനകത്ത് 2 ആയിട്ടാണ് 20 മാർക്കുണ്ട്. അത് 10 മാർക്ക് ഗ്രാമറിനും 10 മാർക്ക് വൊക്കാബുലറിക്കും. ഇംഗ്ലീഷ് ഗ്രാമറിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആൻഡ് interchange of sentence, different parts of speech, agreement of subject, verb, articles. അതുപോലെ തന്നെ ആക്സിലറി വെർബ്സ്, ക്വസ്റ്റ്യൻ ടാഗ്, ഇൻഫിനിറ്റ് ആൻഡ് ജെറൻഡ്, ടെൻസ് ആൻഡ് കണ്ടീഷണൽ സെൻറ്റൻസ്, പ്രിപ്പോസിഷൻസ്, യൂസ് ഓഫ് കോറിലേറ്റീവ്സ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, കറക്ഷൻ ഓഫ് സെൻറ്റൻസ്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ഇത്രയാണ് 10 മാർക്കിനുള്ള ഗ്രാമറിൽ നിന്ന് ചോദിക്കുന്നത്. ഇനി അതുപോലെ തന്നെ വൊക്കാബുലറിക്കകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ സിംഗുലർ, പ്ലൂറൽ, ചേഞ്ച് ഓഫ് ജെൻഡർ, കളക്റ്റീവ് നൗൺസ്, വേർഡ് ഫോർമേഷൻ ഫ്രം അതർ വേർഡ്സ് ആൻഡ് യൂസ് ഓഫ് പ്രിഫിക്സ് ഓർ സഫിക്സ്. മുമ്പിൽ നമ്മൾ വേർഡ് റീഅറേഞ്ച് ചെയ്തൊക്കെ എഴുത്തില്ലേ അത്, കോമ്പൗണ്ട് വേർഡ്, സിനോണിംസ്, ആൻറ്റോണിംസ്, ഫ്രേസൽ വേർബ്സ്, ഫോറിൻ വേർഡ് ആൻഡ് ഫ്രേസസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്, വേർഡ് ഓഫൺ കൺഫ്യൂസ്ഡ്, spelling test, idioms and their meaning, expansion and meaning of common abbreviations. അങ്ങനെ 10 20 മാർക്ക് ഇംഗ്ലീഷായി. ഇനി ലാസ്റ്റ് ടോപ്പിക്ക് വരുന്നത് മലയാളം. 10 മാർക്കിനാണ്. മലയാളത്തിൽ വരുന്നത് പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാനപദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം. ഇത്രയുമാണ് നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസായിട്ട് തന്നിരിക്കുന്നത്.